ഹായ് ഡിയേഴ്സ്, ഇന്ന് ഉണ്ടാക്കണത് ഒരു സ്പൈസി കൊറിയൻ നൂഡിൽസ് ആട്ടോ. അപ്പോൾ നൂഡിൽസ് എല്ലാവരും കഴിച്ചിട്ടുണ്ട്, ഞാനും കഴിച്ചിട്ടുണ്ട്. മാഗിയുടെയും അങ്ങനത്തെ നൂഡിൽസൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് മേടിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് ഓർമ്മയിൽ വന്നത്. ഞാനത് മുറിക്കാൻ നോക്കിയിട്ട് നല്ല പാടുപെട്ട്, കാരണം കത്രിക കുറച്ച് പഴയതാട്ടോ. അപ്പോൾ അതിന് നല്ല മൂർച്ച ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കത്രിക വെച്ച് അതൊക്കെ കട്ട് ചെയ്ത് ഉള്ളിൽ നോക്കിയപ്പോൾ കണ്ട ഒരു പാക്കറ്റ് ഒരു സൈഡിൽ ഓയിലും ഒരു സൈഡിൽ പൗഡറും ആയിട്ടാട്ടോ അതിരിക്കണേ. അങ്ങനെ 2 പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സാധാ നമ്മളെല്ലാ നൂഡിൽസ് ഉണ്ടാക്കണ പോലെ തന്നെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ 2 പാക്കറ്റ് നൂഡിൽസും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നൂഡിൽസ് നന്നായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്താ പറയുക, വെള്ളം നിറച്ച് അത് മുങ്ങിക്കിടക്കണ വിധത്തിൽ വെള്ളം ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് വെന്ത് വരണ ഒരു സമയമാകുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ ആ ഒരു പൗഡറും പിന്നെ ഒരു ഓയിലുണ്ട്, അതൊരു റെഡ് കളർ ഓയിലാട്ടോ. എനിക്ക് തോന്നുന്നത് അത് മുളക് പൊടി എന്തോ ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. അതിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇരിക്കും, നല്ല ചുമന്ന കളറായിട്ട് വരും. ആ ഓയിലിൻ്റെ കളറാട്ടോ നന്നായിട്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കണം. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വെള്ളം വറ്റി ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യണ്ട. അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇരുന്നെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ ഉള്ളൊരു പരുവം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ കൂടെ ഒരു ചൂടുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ആയിക്കഴിഞ്ഞാൽ സൂപ്പറാവൊന്നും പറയാനില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കൊച്ചിനൊന്ന് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അവന് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ കൊടുത്തപ്പോൾ അവൻ ആദ്യം കഴിച്ചിട്ട് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വേഗം അന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവൻ നല്ലതെന്ന് പറയുന്നുണ്ട്, അവൻ എരിവൊക്കെ ഉണ്ട്, പക്ഷെ അവൻ പറയാഞ്ഞിട്ടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിച്ച് നോക്കാൻ വേണ്ടി എടുത്തതാണ്. പ്രതീക്ഷിച്ച പോലെ അല്ല, നല്ല നല്ല എരിവുണ്ട്, പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ചിക്കൻ ഫ്ലേവറാട്ടോ എടുത്തത്. ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, പക്ഷേ എരിവ് ഇച്ചിരി കൂടുതലാണ്. നമുക്ക് സഹിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റാത്ത എരിവൊന്നും അല്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊരെണ്ണം മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പറാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എരിവ് ഇഷ്ടപ്പെടണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ചൂടുള്ള കട്ടൻ ചായയും കൂടി അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല സുഖമുണ്ട്. നമ്മുടെ വയറിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.